കാസർഗോഡ് ജില്ലയിൽ +1 ക്ലാസ് ആരംഭിച്ച ദിവസങ്ങൾക്കകം മാത്രം കുമ്പളയ്ക്കും എടനീരിനും പിന്നാലെ വെള്ളൂരിലും റാഗിംഗ് സംഭവം റിപ്പോർട്ട് ചെയ്തത് രക്ഷിതാക്കളിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇത്തരത്തിൽ 20 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഭീമ ജ്വല്ലറി, പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. +1 ക്ലാസുകൾ ആരംഭിച്ചതിനു പിന്നാലെ കാസർഗോഡ് ജില്ലയിൽ സ്കൂളുകളിൽ റാഗിംഗ് വ്യാപകമാകുന്നു. കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയും എടനീർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥിയും ക്രൂരമായ അക്രമത്തിനു ഇരയായതിനു പിന്നാലെ വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും റാഗിംഗ്. വെളിഞ്ച സ്വദേശിയും വെള്ളൂർ സ്കൂളിലെ +1 വിദ്യാർത്ഥിയുമായ 16-കാരനാണ് അക്രമത്തിന് ഇരയായത്. ഷർട്ടിന്റെ മുകളിലത്തെ ബട്ടൺ ഇട്ടില്ലെന്നു പറഞ്ഞ് 4ഓളം +2 വിദ്യാർത്ഥികൾ ചേർന്നാണ് +1 വിദ്യാർത്ഥിയെ ചവിട്ടുകയും അടിക്കുകയും ചെയ്തത്. അക്രമത്തിന് ഇരയായ വിദ്യാർത്ഥിയെ മുള്ളേരിയയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമം സംബന്ധിച്ച് സ്കൂൾ അധികൃതരും വിദ്യാർത്ഥിയും ആദൂർ പോലീസിൽ പരാതി നൽകി. സ്കൂൾ 8:30 മണിക്ക് വിട്ടത് 8:45 ആകുമ്പോൾ സ്കൂളിലേക്ക് എത്തിന്. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് ടീച്ചർ വിളിച്ച് എന്നെ മാസ്റ്ററും വിളിച്ച് ഒരു 9:30 മണീൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ 9:10 ഓന് മുകളിൽ സ്കൂളിൽ എൻ്റെ ക്ലാസ്സിൽ പോയി ബാഗ് വെച്ചിട്ട് താഴെ വന്ന് വെള്ളം കുടിക്കുന്ന സമയത്ത് 2 കുട്ടികൾ വന്നിട്ട് പറഞ്ഞാലോ നീ ബട്ടൺ ഇടുന്ന പറഞ്ഞാലോ ബട്ടൺ ഇടാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞാലാണ് സൗകര്യമില്ലടാന്ന് പറഞ്ഞിട്ട് അടിച്ച് മുഖത്തേക്ക് അടിച്ച് പിന്നെ 2 കുട്ടികൾ വന്നു 4 കുട്ടികളായി 4 കുട്ടികൾ കൂടിയിട്ട് ഇവനെ അടിച്ച് പിന്നെ കൂട്ടത്തോടെ വന്ന് ചെയ്താക്കുമ്പോൾക്ക് പിന്നെ നെഞ്ഞിക്ക് ചവിട്ടി കാൽക്ക് പരിക്ക് ചങ്കിലേക്ക് പിന്നെ ഈ കൈ ഒന്ന് താഴ്ത്തുമീത്ത പോകുന്നില്ല. ഇനിയിപ്പോൾ എക്സ്റേ എടുത്തിട്ടുണ്ട് എന്ത് കഥയെന്ന് അറിയില്ല. പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. മുള്ളേരിയ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പോൾ എടുക്ക് വന്നത് ഇവിടെ അഡ്മിറ്റ് ആക്കണോ എന്തെന്ന് അറിയില്ല. ഇപ്പോൾ വയറ് വേദനയുണ്ട്, വയറിൻ്റെ സ്കാനിങ് എടുക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ സ്കാനിങ് ഇവിടെ ഇല്ല, പുറത്ത് പോയിട്ട് എടുക്കണമെന്നാണ് ഇപ്പോൾ ഇത് രാവിലെ 9 മണിക്ക് ഇന്ന് രാവിലെ 9 മണിക്ക് ആദൂർ പോലീസ് സ്റ്റേഷനിൽ. അത് നമ്മളെ പരിധി നമ്മളെ മറ്റച്ചാലിലുള്ളത് പതിയെടുക്ക പോലീസ് സ്റ്റേഷനാണ്. ഈ വെള്ളൂർ സ്കൂളിൽ വരുന്നത് കൊണ്ട് നമുക്ക് ആദൂർ പോലീസ് സ്റ്റേഷനിലാണ് നമ്മൾ ഇത് കൊടുത്തിട്ടുള്ളത്. ഓരെല്ലാം ശക്തമായിട്ട് ഇനി നടപടി എടുക്കണമെന്ന് തന്നെ പറയുന്നത്. മാസ്റ്റർ ടീച്ചറെല്ലാം നമ്മളപ്പോൾ തന്നെ നിന്നിട്ടുണ്ട്. പിള്ളേർ ഭയങ്കര മാസ്റ്റർമാർക്ക് ടീച്ചർമാർക്ക് ആര് പോയെങ്കിലോ പിള്ളേർ എതിർ തന്നെ പറയുന്നുണ്ട്. ഭയങ്കര +2ൻ്റെ പിള്ളേർക്ക് ഭയങ്കര ഇതുണ്ട്. വെള്ളൂർ സ്കൂളിലെ +1 +2 വിദ്യാർത്ഥികൾ തമ്മിൽ ബസ്സിനകത്ത് വെച്ച് സംഘട്ടനം ഉണ്ടായിരുന്നു. വീണ്ടും പ്രശ്നത്തിന് സാധ്യതയുണ്ടെന്ന സൂചനകളെ തുടർന്ന് +2 വിദ്യാർത്ഥികൾക്ക് അവധി നൽകിയിരുന്നു. പ്രശ്നത്തെക്കുറിച്ച് ഇന്ന് PTA മീറ്റിംഗ് ചേരാനുള്ള ഒരുക്കങ്ങൾക്കിടയിലാണ് +1 വിദ്യാർത്ഥി അക്രമത്തിന് ഇരയായത്. പിന്നെ കാലത്തെ ക്ലാസ്സിൽ പോയി ബാഗ് വെച്ചിട്ട് വെള്ളം കുടിക്കാൽ വന്ന അപ്പോൾ +2കാർ വന്നിട്ട് ബട്ടൺ ഇടാൻ പറഞ്ഞു. അതിൽ പറ്റില്ല, ഓറ് കൂട്ടിയിട്ടതിന് പറ്റില്ല എന്ന് പറയുമ്പോൾ അടിച്ച് ഫസ്റ്റ് ഒരാൾ തന്നെയാണ് 2 ആൾ വന്ന പിന്നെ അതിൻ്റെ ബാക്കിൽ കൂട്ടത്തോടെ വന്ന് തല്ലി നെഞ്ഞിക്ക് ചവിട്ടല് ചെയ്തു. കൈ നെഞ്ഞി കാലിക്ക് മുറിയതിന് ബാൻഡേജ് ഇട്ടിട്ടുണ്ട്, തൽക്കടിയുണ്ട്. എടനീർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 11 മണിയോടെ അക്രമത്തിന് ഇരയായ +1 വിദ്യാർത്ഥിയുടെ പരാതിയിൽ +2 വിദ്യാർത്ഥികളായ 20 പേർക്കെതിരെ വിദ്യാനഗർ പോലീസ് കേസെടുത്തു. പരാതിക്കാരനായ വിദ്യാർത്ഥിയെ തടഞ്ഞു നിർത്തി കൈപിടിച്ച് തിരിക്കുകയും തള്ളിയിട്ട് ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്നാണ് കേസ്. കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഒളയം സ്വദേശി കഴിഞ്ഞ ദിവസമാണ് അക്രമത്തിന് ഇരയായത്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥിയെ പിന്തുടർന്നെത്തിയ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ താക്കോൽ കൊണ്ട് കുത്തുകയും മർദ്ദിക്കുകയുമായിരുന്നു. ക്ലാസ് നടക്കുന്ന സമയത്ത് പുറത്തേക്കിറങ്ങി വരാൻ ആവശ്യപ്പെട്ടിട്ടും അതിന് തയ്യാറാകാത്ത വിരോധമാണ് അക്രമത്തിന് ഇടയാക്കിയതെന്ന് പറയുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.